എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 31/1/2026 മുതൽ 2/3/2026 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് 4/3/2026 വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ 5/3/2026 മുതൽ 14/3/2026 വരെ അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ആകെ 22,195 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിൻഷ്യൽ പേയ്മെൻ്റായിട്ട് 18,000 രൂപയാണ് ലഭിക്കുക. അവസാന വർഷ വിദ്യാർത്ഥികൾക്കോ റിസൾട്ട് അറിയാത്ത വിദ്യാർത്ഥികൾക്കോ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, കൂടാതെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. SSC, ST, OBC, PWBD, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 10 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 13 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത്. 500 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതുമാണ്. SSC, ST, എക്സ് സർവീസ്മാൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, EBC കാറ്റഗറിക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. ഈ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ CBT എക്സാമിന് അറ്റൻഡ് ചെയ്താൽ 250 രൂപയെ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതുമാണ്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി മാത്രമാണ് ഫീസ് അടയ്ക്കുന്നത്. മറ്റു മാർഗ്ഗങ്ങളിലൂടെയൊന്നും ഫീസുകൾ സ്വീകരിക്കുന്നതല്ല. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കണം. പുതിയതായി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. അസിസ്റ്റൻ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻ്റ് ക്യാരേജ്, അസിസ്റ്റൻ്റ് PWay, അസിസ്റ്റൻ്റ് ബ്രിഡ്ജ്, അസിസ്റ്റൻ്റ് ക്യാരേജ്, അസിസ്റ്റൻ്റ് TL ആൻഡ് AC, പോയിന്റ് മാൻ, അസിസ്റ്റൻ്റ് TRD തുടങ്ങിയ തസ്തികകളാണ് ഒഴിവുള്ളത്. ഈ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്. ആകെ 22,195 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2/3/2026 ആണ്. ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 4/3/2026 ആണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേയുടെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.